പ്രിയ സുഹൃത്തുക്കളെ, ഇന്നിങ്ങനെയൊരു ഫങ്ഷൻ ഇവിടെ ഉണ്ടായതും അതിനകത്തെ ഒരു പാർട്ടിസിപ്പൻ്റ് ഒരു ആക്റ്റീവ് പ്ലെയർ ആകാനും കഴിഞ്ഞ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഫിലിമിനെ പറ്റി പറഞ്ഞു, ഫിലിമിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി പറഞ്ഞു, അതിനകത്തുണ്ടായ ആ ഡെവലപ്മെൻറ്റ്സ് എല്ലാം പറഞ്ഞു. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഇതൊരു താങ്ക്സ് ഗിവിങ് ഫോർമാലിറ്റിയാണ്. കാരണം ഈ പടം ഏതോ ഒരു ഗിഫ്റ്റ് പോലെയാണ് എൻ്റെ അടുത്തെത്തുന്നത്. അന്ന് ഞാനും മിസ്റ്റർ മോഹൻലാലോട് വേറെ പടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പടത്തിൻ്റെ പ്രപ്പോസൽ കണ്ടുവരുന്നത്. നമ്മുടെ ഒരു കോമൺ ഫ്രണ്ട് പ്രിയനുണ്ട്, ഉണ്ണിയും ദിനേശൊക്കെ പരിചയപ്പെടുന്നു. ഈ ഫിലിം വന്നപ്പം ഇങ്ങനൊരു ഔട്ട്സ്റ്റാൻഡിങ് ഫിലിമാണെന്നൊന്നും സത്യത്തിൽ ജഡ്ജ് ചെയ്യാനുള്ള കഴിവ് എനിക്കില്ലായിരുന്നു. ബട്ട് ലോഹി എന്ന് പറഞ്ഞ ഡയറക്ടറും സിബി എന്ന ലോഹി എന്ന റൈറ്ററും സിബി എന്ന ഡയറക്ടറും ഒക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്തപ്പോൾ ഇതേതോ ഒരു നല്ല ഒരു വളരെ അക്നോളജ് ചെയ്യുന്ന ഒരു പടമായിരിക്കും എന്നൊരു വിശ്വാസം ഒന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിനെല്ലാം ബിസിനസ് കാര്യങ്ങൾ സംസാരിച്ച് ക്ഷയിക്കാൻ കൊടുത്തു. ആ പടം ഞാൻ ഈ പടം വരുന്ന സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന അതിന് മുമ്പും അത് കഴിഞ്ഞും മിസ്റ്റർ മോഹൻലാലുമായിട്ട് 10-18 പടങ്ങൾ ചെയ്തപ്പോൾ അതിനകത്ത് ഒരുപാട് സൂപ്പർ ഹിറ്റ്സും ചില പടങ്ങൾ മോശമായിട്ടുണ്ട്. ഈവൻ അതർവൈസ് സിനിമയ്ക്കകത്ത് അപ്സ് ആൻഡ് ഡൗൺസ് ആണ്. ബട്ട് ഗ്രേറ്റ് ഫിലിംസ് കെയിം ഫ്രം മിസ്റ്റർ മോഹൻലാൽ ആൻഡ് ഐ എം ഗ്രേറ്റ്ഫുൾ ടു ഹിം ഫോർ ദാറ്റ് ഓൾസോ. കാരണം ഇത്രയും എൻ്റെ ബാനറിന് ഏറ്റവും സ്ട്രെങ്ത് ഉണ്ടാക്കി തന്നത് മോഹൻലാൽ ഫിലിംസാണ്. ഈ പടം നമ്മൾ ബിസിനസ് എല്ലാം കഴിഞ്ഞ് റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ അന്ന് അമേരിക്കയിൽ പോയി ഷൂട്ടിങ് അക്കരെ ഈ ആ സമയത്താണ് ഈ പടം ഇവിടെ റിലീസാവുന്നത്. അപ്പോൾ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് വരുന്നത് ഒരു ഔട്ട്സ്റ്റാൻഡിങ് റിപ്പോർട്ട്. കാരണം പടം കണ്ടവർക്ക് യുനാനിമസ് ആയിട്ട് ഇത്രയും ഒരു ഡെപ്തിൽ പോയ ഒരു ക്യാരക്ടർ, ഇത്രയും ഡെപ്തിൽ പോയ ഒരു സിനിമ എന്ന് പറയുന്ന അപ്രീസിയേഷൻ. നോ ഡൗട്ട് കളക്ഷൻസ് വെരി ഗുഡ് എന്ന് മാത്രമല്ല, ഈ പടത്തിന്റെ റിലീസ് ഇവിടെ നടക്കുന്നതിന് മുമ്പ് പ്രൊജക്ഷൻ മദ്രാസ് ഇട്ടിട്ട് ഇതിന്റെ ഔട്ട്സൈഡ് റൈറ്റ്സിന് ആൾക്കാർ അവിടെ ഭയങ്കരമായ ബഹളമായിരുന്നു. എൻ്റെ ഓർമ്മയിൽ എല്ലാ ഔട്ട്സൈഡ് റൈറ്റ്സും ഈ പടത്തിൻ്റെ പോവുകയും അത് ഈവൻ ഈ പടം റിലീസ് ആവുന്നതിന് മുമ്പ് തമിഴ് എടുത്തു എന്നാണ് എൻ്റെ വിശ്വാസം. ബാക്കി ലാംഗ്വേജിൽ വന്ന് എല്ലാ ലാംഗ്വേജിലും ഈ പടം സൂപ്പർ ഹിറ്റാണ്. മാത്രവുമല്ല അതിനകത്തൊരു എക്സാജറേറ്റ് ചെയ്യാത്തൊരു കോംപ്ലിമെന്റ് ഉണ്ട്. ഇത് വാങ്ങിയ മറ്റ് ലാംഗ്വേജ് റൈറ്റ്സുകാരൊക്കെ ആയിട്ട് പിന്നെ പല പ്രാവശ്യവും പല രീതിയിൽ നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവർ പറയും ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ, എക്സലന്റ്, എവറിത്തിങ് ഫൈൻ. പക്ഷെ നിങ്ങളുടെ മോഹൻലാൽ ചെയ്തത് നമുക്ക് അത് പടത്തിൽ ആരില്ലായിരുന്നു. ഇതൊരു റിയാലിറ്റിയാണ്. ഞാൻ ഫേസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത സംഭവമാണ്. സോ ഈ പടത്തിന് അങ്ങനെ ഒരു യുണീക്ക് അച്ചീവ്മെന്റ് ഉണ്ട്. എനിക്ക് I must thank Unni and Panikati because ഈ പടം പിന്നെ ഡയറക്ടർ ഓഫ് കോഴ്സ് സിബി അത് കഴിഞ്ഞിട്ട് കോയിൻസ് ഞങ്ങൾക്ക് പിന്നെ കുറേ പടങ്ങൾ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായി. പക്ഷേ ഈ പടം നമുക്ക് റിലീസ് ചെയ്യാനും അതിൻ്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടാനും പറ്റിയ ഒരു അഡീഷണൽ ഫെദർ ടു മൈ ബാനർ കിരീടം ഹാസ് ഗിവൺ. ഐ എം താങ്ക്ഫുൾ ടു ദം ആൻഡ് ഐ എം താങ്ക്ഫുൾ ടു ദി ഡയറക്ടർ. കാരണം സിബി അഗെയിൻ ഒരു കോയിൻസിഡൻസ് ഉണ്ട്. ഇത് കഴിഞ്ഞ് സിബി ചെയ്ത പടങ്ങളും ഇൻക്ലൂഡിങ് മോഹൻലാൽ പ്രൊഡ്യൂസ് ചെയ്ത ഹിസൈനസ് അബ്ദുള്ള, ഭരതം, കമലദള 3 പടങ്ങൾക്കും ബിസിനസ് വൈസ് എനിക്ക് ചെയ്യാൻ പറ്റി. കാരണം അങ്ങനെ സിബി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ സംവെയർ ഇറ്റ് വാസ് വർക്ക് വണ്ടർഫുള്ളി ഫോർ മൈ കമ്പനി ആൻഡ് മൈ ബാനർ ഓൾസോ. ഇനിയൊരു കോയിൻസിഡൻസ് ഉണ്ട്. ഈ പടം റീമാസ്റ്റർ ചെയ്തുള്ള ബിസിനസ് ഇവിടെ വന്നപ്പോൾ ഐ വാണ്ടഡ് ടു ഡു. അപ്പോൾ റീമാസ്റ്റർ ചെയ്ത് പടം ചെയ്തതിനെ പറ്റി ഫസ്റ്റ് എൻ്റെ മനസ്സിൽ വന്ന താളവട്ടം ചെയ്യാന്നുള്ളത് മൈ വിഷ് ലിസ്റ്റ്. പക്ഷെ അതിൻ്റെ കണ്ടന്റ് ഇല്ല, അതിൻ്റെ പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പോഴാണ് NFDCയിൽ നിന്നും എനിക്കുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പിടികിട്ടി. അവിടെ സ്റ്റോറിൽ ഉള്ള പടങ്ങളിൽ കിരീടമുണ്ട്. ആൻഡ് കിരീടത്തിൻ്റെ പ്രിന്റ് അവിടെ ഉള്ളത് കൊണ്ട് ആ പടം ചെയ്യുന്നതല്ലേ മറ്റു പടങ്ങൾ ആലോചിക്കല്ലേ ഫസ്റ്റ് ചെയ്യുന്നൊക്കെ ഒരു അങ്ങനെയാണ് ഞാൻ NFDCയിൽ ബന്ധപ്പെടുന്നതും. ആൻഡ് ഐ എം ഗ്രേറ്റ്ഫുൾ ടു മിസ്റ്റർ പ്രകാശ് ജി for the support. In fact, he has encouraged me to do Kireetam first. മാത്രമല്ല, one unique thing again, Mr. Prakash ji, മലയാളം സിനിമയും മറ്റ് സിനിമ എല്ലാ സിനിമയെ പറ്റി പ്രകാശ് ജിക്കുള്ള അത്രയും ഡെപ്തോ നോളജോ ഓണസ്റ്റ്ലി എനിക്കില്ല, മറ്റു പലർക്കുണ്ട്. He talks Malayalam, he understands Malayalam, and he has seen a lot of Malayalam films. And coincidence again, his wife is from Kerala. That may be the reason. Whatever it is great. So NFDC has played a major role.
in getting Kireedam as my first film for release. And I think ever since he thought process, everybody is telling there is no better film than Kireedam because of the content value, no doubt the making value, the acting value, everything put together. This most ideal film which could go today's scenario, national, all over India, it can fetch a good response. And God bless, we look forward to a good outcome and mass acceptance for this film. Thank you everybody for this.